ഇന്ന് ഡിസംബർ 30 തിങ്കളാഴ്ച. മാർക്കോ, പണി, പ്രഭയായി നനച്ചതെല്ലാം, പഞ്ചവത്സര പദ്ധതി സിനിമകളുടെ OTT അപ്ഡേറ്റുകളും ഈ ആഴ്ച വരുന്ന OTT റിലീസുകളും എല്ലാമാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ്, പഞ്ചവത്സര പദ്ധതി എന്ന സിജു വിൽസൺ നായകനാകുന്ന ആവറേജ് മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ കോമഡി ഡ്രാമ മലയാളം സിനിമ ഡിസംബർ 31 തീയതി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യും. രണ്ടാമത്തെ അപ്ഡേറ്റ്, കനി കുസൃതി, ദിവ്യ പ്രഭ ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന ഒരുപാട് അംഗീകാരങ്ങളും മികച്ച അഭിപ്രായവും മികച്ച കളക്ഷനും നേടിയ സ്ലോ പേസ് ഡ്രാമ മലയാളം അവാർഡ് സിനിമയാണ് പ്രഭയായി നനച്ചതെല്ലാം. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നും കൂടെ സിനിമക്ക് പേരുണ്ട്. സിനിമ ജനുവരി 3 തീയതി വരുന്ന വെള്ളിയാഴ്ച ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. 2001 ഇറങ്ങിയ ദ ബോഡി എന്ന മിസ്റ്ററി ത്രില്ലർ ഹോളിവുഡ് സിനിമ ഇപ്പം മലയാളത്തിൽ ഡബ് ചെയ്ത് യൂട്യൂബിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഡയമെൻഷൻ പിക്ചേഴ്സ് മലയാളം എന്ന ചാനലിലൂടെയാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജിയോ സിനിമാസിലൂടെ റിലീസ് ചെയ്ത ഹിന്ദി മെഡിക്കൽ ഡ്രാമ സീരീസ് ആണ് ഡോക്ടേഴ്സ്. സീരീസ് ഇപ്പോൾ ഹിന്ദി ഭാഷയ്ക്ക് പുറമെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും കൂടെ കാണാവുന്നതാണ്. നേരത്തെ തമിഴ് HD പതിപ്പ് അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്ത പ്രഭുദേവ നായകനാകുന്ന ആവറേജ് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ റൊമാന്റിക് കോമഡി എന്റർടൈൻമെന്റ് ചിത്രമാണ് ജോളിയോ ജിങ്കാന. സിനിമ ഇന്ന് ആഹാ തമിഴ് OTTയിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഹിന്ദി റൊമാന്റിക് കോമഡി എന്റർടൈൻമെന്റ് ചിത്രമാണ് ക്യാ മസ്തി ക്യാ ധൂം. സിനിമ ഇപ്പം വേവ്സ് എന്ന ഫ്രീ OTT പ്ലാറ്റ്ഫോമിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഗുണ എന്ന ഹിന്ദി ആക്ഷൻ ഡ്രാമ സീരീസിന്റെ രണ്ടാമത്തെ സീസൺ ജനുവരി 3 തീയതി ഹിന്ദി ഭാഷയിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യും. അടുത്തത് അരിയാന ഗ്രാൻഡെ നായികയാകുന്ന മികച്ച അഭിപ്രായം നേടി തിയേറ്ററിൽ വിജയിച്ച അമേരിക്കൻ ബ്രിട്ടീഷ് മ്യൂസിക്കൽ റൊമാന്റിക് ഫാന്റസി അഡ്വഞ്ചർ സിനിമയാണ് വിക്കഡ്. സിനിമ നാളെ രാവിലെ 9:30 ഡിസംബർ 31 തീയതി ആമസോൺ പ്രൈമിലൂടെ അമേരിക്ക, കന്നഡ രാജ്യങ്ങളിൽ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. എ റിയൽ പെയിൻ എന്ന പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ വിജയിച്ച ഹോളിവുഡ് സിനിമയും നാളെ ഡിസംബർ 31 തീയതി ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസിൽ ഡിജിറ്റൽ റിലീസ് ചെയ്യുന്നതാണ്. 2022 ഇറങ്ങിയ ഇറ്റാലിയൻ മിസ്റ്ററി ത്രില്ലർ ഡ്രാമ സിനിമയാണ് ദ മാൻ ഓൺ ദ റോഡ്. സിനിമ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇറ്റാലിയൻ ഭാഷകളിൽ ജനുവരി 2 തീയതി VR OTTയിലൂടെ OTT റിലീസ് ചെയ്യും. ലവ് സ്കാം എന്ന പുതിയ ഇറ്റാലിയൻ റൊമാന്റിക് കോമഡി ഡ്രാമ സിനിമ ജനുവരി 1 തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ്, ഇറ്റാലിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. നമ്പർ 24 എന്നൊരു നോർവേജിയൻ പീരിയോഡ് ബയോഗ്രഫിക്കൽ ഡ്രാമ സിനിമയും ജനുവരി 1 തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ്, നോർവേജിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. മിസ് യു എന്ന പുതിയ ബ്രിട്ടീഷ് ക്രൈം മിസ്റ്ററി ത്രില്ലർ സീരീസിന്റെ എല്ലാ 8 എപ്പിസോഡുകളും ജനുവരി 1 തീയതി ഉച്ചയ്ക്ക് 1:30 നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ആമസോൺ പ്രൈമിന്റെ ദ റിഗ് എന്ന ബ്രിട്ടീഷ് സൂപ്പർ നാച്ചുറൽ ത്രില്ലർ സീരീസിന്റെ രണ്ടാമത്തെ സീസന്റെ എല്ലാ 6 എപ്പിസോഡുകളും ജനുവരി 2 തീയതി ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ ലഭ്യമാകുന്നതാണ്. പ്രൊട്ടക്ഷൻ എന്ന പുതിയ ഇംഗ്ലീഷ് ക്രൈം മിസ്റ്ററി ത്രില്ലർ ഡ്രാമ സീരീസ് ഇന്ന് ITV1ലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ UK-യിൽ റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എലിസബത്ത് ബാങ്ക്സ് നായികയാകുന്ന ഹോളിവുഡ് ചിത്രമാണ് സ്കിൻ കെയർ. സിനിമ ജനുവരി 3 തീയതി AMC പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് OTT റിലീസ് ഡേറ്റ് കൺഫേം ആകാത്ത 4 മലയാളം സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ്. ആഷിഖ് അബു സംവിധാനം ചെയ്ത് മികച്ച അഭിപ്രായം നേടിയ 8 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന 20 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി തിയേറ്ററിൽ വിജയിച്ച റൈഫിൾ ക്ലബ് എന്ന ആക്ഷൻ ത്രില്ലർ മലയാളം സിനിമയുടെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. നിലവിലത്തെ റിപ്പോർട്ട് പ്രകാരം ജനുവരി അവസാനത്തെ ആഴ്ചയിലോ അതല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ ആഴ്ചയിലോ OTT റിലീസ് ചെയ്യുമെന്നാണ്. ജോജു ജോർജ് സംവിധാനവും നായകനുമായ മികച്ച അഭിപ്രായം നേടി തിയേറ്ററിൽ വിജയിച്ച് 37 കോടിയോളം കളക്ഷൻ നേടിയ ആക്ഷൻ ത്രില്ലർ മലയാളം ചിത്രമാണ് പണി. സിനിമ കഴിഞ്ഞ വീഡിയോകളിൽ അറിയിച്ചതുപോലെ തന്നെ സോണി ലിവിലൂടെ ജനുവരി മാസം തന്നെ മലയാളത്തിലും പാൻ ഇന്ത്യൻ ഭാഷകളിലും OTT റിലീസ് ചെയ്യും. ജനുവരിയിലെ ആദ്യ 2 ആഴ്ചക്കുള്ളിലായിട്ട് ജനുവരി പകുതിക്ക് മുമ്പായിരിക്കും സോണി ലിവിയുടെ സിനിമ OTT റിലീസ് ചെയ്യുക. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് സോണി ലിവിന്റെ ഭാഗത്ത് നിന്നും ഒരാഴ്ചക്കുള്ളിലായിട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗിരീഷ് AD സംവിധാനം ചെയ്ത് നസ്ലൻ ഗഫൂർ നായകനാകുന്ന ആവറേജ് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ ഡീസന്റ് കളക്ഷനും നേടിയ സൈബർ ത്രില്ലർ മലയാളം സിനിമയാണ് അയാം കാതലൻ. സിനിമയുടെ OTT അവകാശം മനോരമ മാക്സിന് പുറമെ ആമസോൺ പ്രൈമും സ്വന്തമാക്കിയിട്ടുണ്ട്. നിലവിൽ പുറത്തുവരുന്ന അൺഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം ഈ ആഴ്ച തന്നെ ആമസോൺ പ്രൈമിലൂടെയോ അതല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ ജനുവരി 3 തീയതി ആമസോൺ പ്രൈമിലൂടെയും മനോരമ മാക്സിലൂടെയും OTT റിലീസ് ചെയ്യുമെന്നാണ്. റിപ്പോർട്ട് അൺഒഫീഷ്യൽ ആയതുകൊണ്ട് തന്നെ കാതലൻ സിനിമ ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാവുന്നത് മാത്രമാണ്. അവസാനത്തെ അപ്ഡേറ്റ്, ഹനീഫ് അദ്ദനി സംവിധാനം ചെയ്ത ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന 20-25 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന 70 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമായ മികച്ച അഭിപ്രായം നേടിയ മലയാളം വയലന്റ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് മാർക്കോ. സിനിമ മലയാളം, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്തെന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ സിനിമ ഇതുവരെ ആയിട്ടും OTT റിലീസ് ചെയ്തിട്ടില്ല. നിലവിൽ സിനിമയുടെ 4K ഹിന്ദി പതിപ്പ് അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്തതാണ്. അതിന്റെ കൂടെ മലയാളം തിയേറ്റർ പ്രിന്റിന്റെ ശബ്ദം കൂടെ ഫിക്സ് ചെയ്ത പതിപ്പുമാണ് റിലീസ് ചെയ്ത് പ്രചരിക്കുന്നത്. സിനിമ മികച്ച ക്വാളിറ്റിയിൽ തന്നെ കാണുവാനായിട്ട് OTT റിലീസിനായിട്ട് തന്നെ കാത്തിരിക്കും.
കാത്തിരിക്കുക. സെൻസർ ചെയ്ത് കട്ട് ചെയ്ത പതിപ്പാണ് തിയേറ്ററിൽ റിലീസ് ചെയ്തിരിക്കുന്നത്. OTT-യിൽ കൂടുതൽ ദൈർഘ്യമുള്ള കട്ട് ചെയ്യാത്ത പതിപ്പ് റിലീസ് ചെയ്യുമെന്നാണ് പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നത്. സിനിമയുടെ OTT റിലീസ് ഫെബ്രുവരി മാസം ഉണ്ടാകുന്നതാണ്. നിലവിൽ നെറ്റ്ഫ്ലിക്സ് OTT അവകാശം സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. തിയേറ്റർ റിലീസിന് ശേഷം 45 ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ഉണ്ടാകുമെന്നാണ് നിലവിലത്തെ അപ്ഡേറ്റ്.